The delay. You've got the press release which summarizes the concerns we're going to give you. I'll just say it in a little more detail so you understand the thought that has gone into what we have come up with as a conclusion. An efficient and effective mass transit system has become a necessity for every major city. ഇന്ത്യയിലത്തെ എല്ലാ നഗരത്തും ആവശ്യമുള്ള ഒരു കാര്യമാണ്. മാസ് ട്രാൻസിറ്റ് ഇപ്പോൾ ഒരു പബ്ലിക്കിൻ്റെ വലിയൊരു ആവശ്യമാണ്. അതിനൊപ്പം തന്നെ നമ്മളുടെ urbanization കൂടി വരുന്ന ഒരു സമയമാണ്. Our cities are growing in population. നമുക്ക് ഒരു tier 2 സിറ്റി ആയിട്ട് നമ്മളുടെ ട്രാൻസിറ്റ് സിസ്റ്റംസ് ശരിക്ക് പോരാന്ന് എല്ലാവരും അഭിപ്രായമാണ്, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച്. അപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരു 100 ടണൽ ബോറിംഗ് മെഷീൻ ആക്റ്റീവാണ് ഓരോ ദിനം. അതുകൊണ്ട് നമ്മൾക്കും ആ കൺസ്ട്രക്ഷൻ ഭൂമിയിലൊരു ഭാഗം ആവശ്യമുണ്ട്. ഒരേ സമയത്ത് നമുക്ക് ഒരു മാസ് ട്രാൻസിറ്റ് സിസ്റ്റം പബ്ലിക്കിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവരും സ്വന്തം വാഹനങ്ങൾ വാങ്ങി ട്രാഫിക്കിൽ പോയി കയറി ഈ നഗരത്തെ വീണ്ടും കൊച്ചിയെ പോലെ ആക്കാനോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ബോംബെ പോലെ ആക്കാൻ ആർക്കും ഗുണം ചെയ്യില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഈസ് എൻ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഇൻ 21st century. അതുമാത്രമല്ല, നമുക്ക് വേറെ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ എക്കോളജിക്കൽ കോൺഷ്യസ്നെസ് ഒരു സമയത്ത് കാർബൺ ഫുട് പ്രിൻ്റൊക്കെ ചുരുക്കണം. നമുക്ക് urbanization നടക്കുമ്പോൾ we must try and economize on things like petrol fumes coming out of cars or diesel fumes coming out of cars. We need to care about our ecology, we need to care about the environment. അപ്പോൾ മെട്രോ സിസ്റ്റംസ് എഫക്റ്റീവ്നെസ് എല്ലാ കാര്യത്തിലും ജനങ്ങളെ മൂവ് ചെയ്യാൻ as an efficient public transportation thing, creating smaller ecological footprint and damaging the environment, or avoiding air pollution, all this is very important. And at the same time, making it easier for people to do business here because their workers can get around more easily. And that's extremely important for us. We have been trying, as Raghu briefly mentioned, I have been trying throughout my 15 years as your MP to try and attract more businesses from outside to come to Trivandrum and establish themselves. I did play a role on Oracle. I played another role on bringing Nissan here. Shri Uman Chandi and I jointly worked to prevent a decision by Ernst & Young to leave. And in fact, they stayed and they expanded themselves to the point where now they have their own building. So we want to see all of this happening. And we are targeting technology companies, R&D firms, healthcare, life science companies, and high-tech manufacturing in the future. That's our vision for the future. Now, in all of this, we need to have a clear system of planning for a metro system. And that is that we have to ensure ശരിക്കുള്ള റൂട്ട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ജനങ്ങൾ ഇറങ്ങാനും പോകാനും ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് ഈ റൂട്ട് നടക്കേണ്ടത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇതുവരെ ഒരു മെട്രോ ലൈനൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും ആരംഭിക്കുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. എവിടെയായിരിക്കും ഈ മെട്രോ ലൈൻ, ആരെയാണ് ഈ സേവനം ചെയ്യാൻ പോകണം, എവിടേക്കാണ് പോകാൻ പോകുന്നത്, ഇതൊക്കെ അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാം, പിന്നെ പല വിധത്തിലും ഇതൊരു 10 വർഷമായി കേൾക്കാൻ തുടങ്ങിയ ഒരു സംസാരമാണ്. ഒരു കാലത്തിൽ നമ്മൾ ഒരു ട്രഡീഷണൽ മെട്രോ ആണ് വിചാരിച്ച അണ്ടർഗ്രൗണ്ട് മെട്രോ, അത് നടന്നില്ല. കേന്ദ്ര സർക്കാർ ഒരു സ്റ്റാൻഡ് എടുത്തു. ആ സമയത്ത് നമുക്ക് ഒരു 2 million പോപ്പുലേഷൻ, 20 ലക്ഷം ആൾക്കാരുള്ള നഗരത്തിൽ മാത്രമേ അവർ മെട്രോ അനുവദിക്കുള്ളൂ. ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ഫോർ us. പിന്നെ ഒരു ലൈറ്റ് മെട്രോ സ്കീം ഈ സർക്കാർ കൊണ്ടുവന്നു, അതും എവിടെയും നടന്നില്ല. ഇറ്റ്സ് ബീൻ സിറ്റിംഗ് അറൗണ്ട്. And now we have received from the government something called a comprehensive mobility plan. അത് ആരാണ് തീരുമാനിച്ചത്? ഇത് എന്താ ഇതിൻ്റെ കോൺസെപ്റ്റ്, എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? അവർ ഈ KMRLക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തം. പക്ഷേ ഈ കോംപ്രഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഓൾട്ടർനേറ്റീവ്സ് അനാലിസിസ് റിപ്പോർട്ട് അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആരെയാണ് കൺസൾട്ട് ചെയ്തൊക്കെ ഒരു പെടുത്തില്ല. ഈ വേദിയിൽ ഇരിക്കുന്ന ആർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു സ്റ്റേക്ക് ഹോൾഡർ കോൺസൾട്ടേഷൻ ഇല്ലാത്തൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു CMPയെ അൺവെയിൽ ചെയ്യുന്നത്, കോംപ്രഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ. ഞാനൊരു 3-4 പ്രാവശ്യം ശ്രീ ലോക്നാഥ് ബെഹ്റയ്ക്ക് എഴുതി നിർബന്ധിച്ചിട്ടാണ് അവർ പെട്ടെന്ന് ഒരു സ്റ്റേക്ക് ഹോൾഡർ സെഷൻ നടത്തിയത്. അതിലും കൂടി വെരി ഷോർട്ട് നോട്ടീസ്. എനിക്കെന്നെ വരാൻ സാധിച്ചില്ല, പലർക്കും വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് ഫീഡ്ബാക്ക് അവർക്ക് കിട്ടിയത്, ഫീഡ്ബാക്കിനെ അവർ ഏത് വിധത്തിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞിട്ടില്ല.
അതേപോലെ തന്നെ ഈ ഓൾട്ടർനേറ്റീവ്സ് അനാലിസിസ് റിപ്പോർട്ട് ഒരേ വിധത്തിൽ അവർ മിണ്ടാണ്ട് CMP എഴുതിയതിന് തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. റബ്ബർ സ്റ്റാമ്പ് കൈൻഡ് ഓഫ് ഡോക്യുമെൻറ്റ് ആൻഡ് വി ഡോണ്ട് നോ ആക്ച്വലി വാട്ട് കൈൻഡ് ഓഫ് ഡോക്യുമെൻറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ബീൻ പബ്ലിഷ്ഡ്. അപ്പോൾ ആർക്കും അതിനെ വായിച്ചിട്ട് അവർ അഭിപ്രായങ്ങൾ പറയാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് KMRL has appointed DMRC to conduct a route survey based on the AR. പക്ഷെ അതും ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് ഡീറ്റെയിലും ഇല്ലാത്തത്. അപ്പോൾ KMRL എന്താണ്? ഒരു പബ്ലിക്ലി ഫണ്ടഡ് ഏജൻസിയാണ്. നമ്മളെല്ലാവരുടെയും ടാക്സ് മണിയാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഇതിനെ എടുത്തിട്ട് ഇത്ര വലിയ ഒരു പബ്ലിക് ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിനെ പ്ലാൻ ചെയ്യുമ്പോൾ ആരോടും സംസാരിക്കാതെയും ഒരു ക്ലിയർ കട്ട് സ്റ്റേക്ക് ഹോൾഡർ കോൺസൾട്ടേഷൻ ഇല്ലാതെ എങ്ങനെയാണ് അവരിത് ചെയ്യാൻ ആഗ്രഹിച്ചതെന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ഒപ്പം വാട്ട് ഈസ് ദ റൂട്ട്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവരിതുവരെ ഇറക്കിയിട്ടുണ്ടായിരുന്ന CMPയിൽ കാണുന്ന റൂട്ടുകൾ ഒരു അടിസ്ഥാനമില്ലാതെ ഒരു ലൈന് വരച്ചിരിക്കുന്നത്, ഒരു സബ്സ്റ്റാൻസിയേഷൻ ഇല്ല. ഇവിടെ ഇങ്ങനെ ട്രാഫിക് ഉണ്ട്, ഇവിടെ ആൾക്കാർ വരും, ഇവിടെ ആൾക്കാരുടെ ഒരു ഉദാഹരണമാണെങ്കിൽ അവർ ലൈൻ 1 എഴുതിയിരിക്കുന്നത് പള്ളിപ്പുറം ടു പലിച്ചലാണ്. അവിടെ എന്താണ്, എത്രയാണ് ട്രാഫിക് ബൈ കമ്പാരിസൺ? ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാസഞ്ചേഴ്സ് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലം നമ്മുടെ മെഡിക്കൽ കോളേജ് ഏരിയ ആണ്. അത് എല്ലാ വിധത്തിലും ഒരു മേജർ ട്രാൻസ്പോർട്ടേഷൻ ഹബ് തന്നെ ഇപ്പം തന്നെയാണ് ഫോർ നോർമൽ ട്രാഫിക്. പ്ലസ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലത്തെ ഒരു വലിയൊരു ഹെൽത്ത് കെയർ ക്ലസ്റ്ററാണ് ആ മെഡിക്കൽ കോളേജ് ഏരിയ. ലൈൻ അവിടെ വരച്ചിട്ടേ ഇല്ല. അതുമാത്രമല്ല, ദിസ് ലൈൻ 1 alignment doesn't connect with anything going to the medical college area. ടെക്നോ പാർക്ക് phase 1, phase 2, phase 3 ഉണ്ട്, VSSC ഉണ്ട്. ഇതൊന്നും അവർ ലൈൻ 1 ഉൾപ്പെടുത്തിയിട്ടില്ല. ലൈൻ 2 അവർ വരയ്ക്കാമെന്ന് പറയുന്നു. പക്ഷേ നമ്മളെല്ലാവർക്കും അറിയാം ഈ സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ സ്ഥിതി. ലൈൻ 1 എപ്പോഴാണ് കെട്ടാൻ പോകണമെന്ന് നമുക്കറിയില്ല, അതിന് കാശ് അവർ എപ്പോഴാണ് കണ്ടുപിടിക്കാമെന്ന് അറിയില്ല. അപ്പോൾ ലൈൻ 2 എപ്പോഴാണ് വരാൻ പോകുന്നത് ഒരു പ്രതീക്ഷയും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് അവർ എലിവേറ്റഡ് മെട്രോവിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതിന് പല ഒബ്ജെക്ഷൻസ് പറഞ്ഞു ആൾക്കാർ. ഇത്ര നല്ല നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ സ്കൈ ലൈനെ നശിപ്പിക്കും, ലാൻഡ് ആക്വിസിഷനെ പ്രശ്നമുണ്ടാക്കും. അവർ ഈ എലിവേറ്റഡ് ലൈനിനെ കെട്ടുമ്പോൾ നിലവിൽ നടക്കുന്ന ട്രാഫിക്കുകളും ബിസിനസ്സൊക്കെ ഭയങ്കര ഡിസ്റപ്ഷൻ അനുഭവിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് തർക്കം കഴിഞ്ഞ ശേഷം എന്താണ് ഇപ്പോൾ അവസാനത്തിൽ അവർ തീരുമാനം ഒരു പെടുത്തുമില്ല. They have not even told us, is it elevated, is it underground, is it a light rail, is it some other kind of technology? നമ്മൾ 3-4 വിധത്തിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഡോക്യുമെൻറ്റിൽ ഒരു തെളിവില്ല. പിന്നെ നമ്മുടെ ഡെൻസ് റെസിഡൻഷ്യൽ ഏരിയസ് ഉണ്ട്, ടു ദി ഈസ്റ്റ് ഓഫ് MG റോഡ്, ഗേറ്റ് വേ പോയിന്റ്സ്, നമ്മൾ നഗരത്തിൽ പേരൂർക്കട, മണ്ണന്തല, ഇതിലെല്ലാറ്റിലും നല്ലോണം ട്രാഫിക് വരുന്ന സ്ഥലങ്ങളിൽ അവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ അറിവിൽ ഇല്ല. അപ്പോൾ നമ്മളുടെ അഭ്യർത്ഥന, ഈ പ്രസ് റിലീസ് അതിൻ്റെ സമ്മറി മാത്രമേ തന്നിട്ടുള്ളൂ. പറയാൻ ആഗ്രഹിക്കുന്നത്, അവർ പത്രത്തിൽ എഴുതിയിരിക്കുന്നു ദേ ആർ ഗോയിങ് ടു ഇഷ്യൂ എ DPR. അതിന് ചെയ്യാനുള്ള സമയമായിട്ടില്ല. സംസാരം നടന്നിട്ട് ക്ലിയർ ആവണം. എന്താണ് ഈ DPR അവർ ചെയ്യാൻ പോകുന്നത്? ഒരു കോംപ്രഹെൻസീവ് സ്റ്റേക്ക് ഹോൾഡർ എക്സസൈസ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അവർ ഉൾപ്പെടുത്തിയ ഒരു കോൺസൾട്ടേഷൻ നടത്തിയിട്ട് അവർ ഓൾട്ടർനേറ്റീവ്സിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഫൈൻഡിങ്സും അനാലിസിസും പബ്ലിക്ലി അവർ ഷെയർ ചെയ്യണം. ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. ഒരു വ്യക്തി താമസിക്കുന്ന അവിടെ അവർക്ക് മെട്രോന് ഗുണം കിട്ടാൻ പോകുന്നത് ജനങ്ങൾക്ക് അറിയണം. ഇത് ജനാധിപത്യ രാജ്യത്തിൽ അതൊരു ബേസിക് റിക്വയർമെൻ്റാണ്. അതവർ ചിന്തിച്ചിട്ടില്ല. രണ്ടാമത്തത്, നമുക്ക് ഈ റൂട്ട്സ് പ്ലാൻ ചെയ്യുമ്പോൾ ജനങ്ങളുടെ സൗകര്യം നോക്കണം. ഞങ്ങളുടെ ആവശ്യം ജനങ്ങളെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരേ സമയത്ത് വി വോണ്ട് ദം ടു കണക്ട് ഹബ്സ് ഓഫ് ആക്ടിവിറ്റി, ബിസിനസ് ആക്ടിവിറ്റി, ഗവൺമെൻറ് ആക്ടിവിറ്റി, പിന്നെ റെയിൽവേ ലൈൻസ്, അതൊക്കെ കണക്ട് ചെയ്യുന്നതിന് നമുക്ക് 100% യോജിപ്പുണ്ടാകും. പക്ഷെ ഇത് കണക്ട് ചെയ്തിട്ടില്ല നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ദുഃഖം തോന്നുന്നത്. ലൈൻ 1 ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ടെക്നോ പാർക്കിനെ കൊണ്ടുവരണം, VSSCയെ കൊണ്ടുവരണം, ആക്കുളം സദൻ കമാൻഡ് ഏരിയ കൊണ്ടുവരണം, അബവ് ഓൾ മെഡിക്കൽ കോളേജിനെ കൊണ്ടുവരണം. ഇത് ലൈൻ 1 തന്നെ ചെയ്താൽ മാത്രമേ നമുക്കൊരു അഷ്വറൻസ് ഉള്ളൂ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു വർക്ക്. എനിക്ക് വേറെ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു സജഷൻ നിങ്ങളോട് ഞാൻ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞത്, ഐ എം ടേക്കിംഗ് ടു ലോങ് ഓൾറെഡി. നമുക്ക് ആവശ്യമുള്ളത്
ഒരു കന്യാപുരം, കഴക്കൂട്ടം, ആക്കുളം, ഉള്ളൂർ, മെഡിക്കൽ കോളേജ്, പട്ടം, പാളയം, സെക്രട്ടേറിയറ്റ്, തമ്പാനൂർ, കിള്ളിപ്പാലം, പാപ്പൻകോട്, അങ്ങനെ ഒരു വരി വരച്ചാൽ ആ ലൈൻ എല്ലാവർക്കും ഉപയോഗം ചെയ്യും. പബ്ലിക്കിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവും. വഴിയിലുള്ള എല്ലാ ബിസിനസ്സുകളും സ്ഥാപനങ്ങളും, അത് ഗവൺമെൻറ് സ്ഥാപനം ഉൾപ്പെടെ അതിന് ഗുണമറിയും. ഇത് എന്തുകൊണ്ട് അവർ വരച്ചിട്ടില്ല നമ്മൾക്കറിയില്ല. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ സ്ഥലങ്ങൾ പ്ലസ് നമ്മൾക്കറിയാം, പിന്നെ കീ ട്രാൻസ്പോർട്ട് ഹബ്സ്, നെക്സ്റ്റ് പ്രയോറിറ്റി വരേണ്ടത് കൊച്ചുവേലി റെയിൽവേ ടെർമിനൽ, ഇൻ്റർനാഷണൽ എയർപോർട്ട്, തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷൻ, ഇതൊക്കെ വേണ്ടി വരും. അതൊക്കെ ലൈൻ 2 വരട്ടെ. പക്ഷേ ഇത് ലൈൻ 1 അറ്റ്ലീസ്റ്റ് ബേസിക്കലി എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ വരയ്ക്കേണ്ടി വരും. എന്നിട്ട് അണ്ടർഗ്രൗണ്ട് ടണലിംഗ് ടെക്നോളജി ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല? അപ്പോൾ അതും അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് the cost of underground lines has drastically fallen in the past few years. ഈ ടണൽ ബോറിംഗ് മെഷീൻ നമ്മൾ 100 എണ്ണം ഇന്ത്യയിൽ കറൻ്റ്ലി ആക്റ്റീവാണ്. ഒന്ന് ഇവിടെ കൊണ്ടുവന്നൂടെ? അതാണ് ഒരു ചോദ്യം. പിന്നെ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് KMRL DMRC തന്നാൽ അവർ നമ്മളെ പെർസ്യൂഡ് ചെയ്യാൻ സാധിക്കും. ജനങ്ങൾ കേൾക്കാനും അവരുടെ അനാലിസിസ് മനസ്സിലാക്കാൻ തയ്യാറാണ്. പക്ഷേ ആ അനാലിസിസ് ഷെയർ ചെയ്യണം നിങ്ങളൊപ്പം. ഇതാണ് ഞങ്ങളുടെ കാരണം, ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒഴിവാക്കിയത്, ഇതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത്, അങ്ങനെ പറയണം. അത് വെറും ഒരു ഇഷ്ടപ്രകാരം ഒരു വരി മാപ്പിൽ വരച്ചാൽ പോരാ. എന്നിട്ട് പിന്നെ തിരുവനന്തപുരത്തിൽ അഥവാ KMRL വലിയൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തിൽ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെ മാറ്റി ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഇടയിൽ ഇരുന്നിട്ട് അവർ ആക്റ്റീവായത് കുറച്ചും കൂടി നമുക്ക് അവർക്കും ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് അവസാനത്തിൽ my final appeal is an urgent reconsideration is required of the current development plan for the Trivandrum Metro to take all stakeholders into confidence and to build the most effective solution possible, also to ensure that the ordinary taxpayer and the ordinary consumer will benefit from it. ഇത് മാത്രം പറഞ്ഞിട്ട് പിന്നെ ഞാൻ രഘുവിന് തിരിച്ചു കൊടുക്കുന്നു. ബാക്കിയെല്ലാം സംസാരിക്കാനുള്ളവർ സംസാരിച്ച ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ എടുക്കാം. ഇത് എനിക്ക് കേൾക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് ഈ മെട്രോ കവർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ടെക്നോ പാർക്ക്. ആ ടെക്നോ പാർക്കാണ് അതിൻ്റെ GTech ആണ് ടെക്നോ പാർക്കിൻ്റെ ഒരു അസോസിയേഷൻ. അദ്ദേഹത്തിൻ്റെ ആ ടെക്നോ പാർക്കിൻ്റെ GTechൻ്റെ ചെയർമാനാണ് ശ്രീ VK Matthews. I think VK you can. Yeah, Dr. Thaloor has covered almost all the points comprehensively. Number one, we want to expedite this program. Actually, mass transit, intra as well as intercity travel is a misery in Kerala. Intercity and intracity travel is absolutely a problem. So we want to expedite this. This program should be expedited. Number two, as Dr. Thaloor said, Number two, certainly a project of this scale, magnitude and impact, the stakeholder opinion is very important. To take them into confidence as well as to take opinion from them. That's very important. എനിക്കറിയാം the previous government I myself have discussed this with the government and the Chief Minister. So obviously Technopark phase 1, phase 2, phase 3 should be there. Medical college should be there. So I'm not repeating. So plus again, what is the right technology? Maybe we are bringing the right technology, but the stakeholders are not aware. But so it's important that we get to know. Now, another aspect is we were discussing this last time also when I was in Toronto. Should we always have an overhead kind of line, or should we not go for an underground tubular one? None of the questions are clear. So I think all the trade industry associations, all of them collectively feel that it should be expedited
the stakeholder opinion should be heard, the right technology should be used, so that it will be as effective as possible. And നമ്മൾ ഇത് ചെയ്യുന്നത് അടുത്ത ഒരു 50-100 വർഷത്തേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് മിനിമം ഇത്തരത്തിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ. So I think the consultation with all of the people is going to be definitely beneficial, and it's also important for its successful implementation. So we request your support as well to make sure that this happens. And AMR Kochi Metro Rail Limited, Kerala Metro Rail Limited, I think they should have a presence in Trivandrum to provide the oversight to this project. I don't think this project can be executed sitting in Kochi. There's no problem in having an office of AMR there, but there should be a representative office filling here, and there should be a senior officer in charge with the project responsibility to time-bound the project completely. Because I'm sure it will be as complex as any other project will be. So Trivandrum has emerged as the technology capital, the IT capital of Kerala. It's only going to grow, and it should actually grow. And I'm quite sure this infrastructure, that rail infrastructure, is going further than it was as well. So we are extremely interested, from representing IT fraternity and also representing the city. We are very keen to therefore our request to the government is that they involve all the parties concerned and take us into confidence to expedite this. Thank you. Questions? Floor is open.